പറഞ്ഞിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്നത് മിലിറ്ററി ബേസിലുള്ള ആൾക്കാരാണ് ഈ ഒരു വാഹനം കൂടുതലായിട്ടും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ടാറ്റ സഫാരിയുടെ വീഡിയോ ആയിട്ടാണ്. 1998 കാലഘട്ടത്തിലാണ് ടാറ്റ സഫാരി എന്ന് പറയുന്ന വാഹനം നമ്മുടെ വിപണിയിലേക്ക് എത്തിയത്. ടാറ്റ സഫാരി 1998 കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ അതുപോലുള്ള ഒരു വാഹനം 7 ലക്ഷം രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. പക്ഷേ ആ വാഹനത്തിന് ഒരുപാട് ഇഷ്യൂസ് ആ സമയത്ത് അനുഭവപ്പെട്ടു. കാരണം 2000 സംതിങ് കിലോ വരും ആ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വെയിറ്റ് വഹിച്ചുകൊണ്ട് പോകാനുള്ള ഒരു എൻജിൻ കപ്പാസിറ്റി ആ ടാറ്റ സഫാരിയുടെ ആ ഇടയ്ക്ക് ഇറങ്ങിയ വാഹനങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ഒരു V2 എൻജിനായിരുന്നു അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ വാഹനത്തിന് ആ സമയങ്ങളിൽ മെക്കാനിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് 2003 കാലഘട്ടമൊക്കെ ആയപ്പോൾ വീണ്ടും ടാറ്റ സഫാരി ലോഞ്ച് ചെയ്തു. എൻജിൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പിക്കപ്പിന് വരുന്ന 407 എന്ന് പറഞ്ഞിട്ടുള്ള പിക്കപ്പിന് വരുന്ന എൻജിൻ നമ്മുടെ ഈ ഒരു 2000 കിലോ വരുന്ന ഈ ഒരു ടാറ്റ സഫാരിക്ക് ആഡ് ചെയ്ത് 2003 കാലഘട്ടത്തിൽ വീണ്ടും ടാറ്റ സഫാരി പുറത്തിറങ്ങി. ആ സമയത്ത് മഹേന്ദ്ര സ്കോർപിയോ 5 ലക്ഷം രൂപയ്ക്ക് ആ ഒരു ടൈമിൽ ഇറക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടാറ്റ സഫാരി 2003 കാലഘട്ടത്തിൽ ഒരു കോമ്പ്യൂട്ടേഷൻ വെഹിക്കിളായി മാറി. കാരണം മഹേന്ദ്ര സ്കോർപിയോ 5 ലക്ഷം രൂപയ്ക്ക് കിട്ടുമ്പോൾ ടാറ്റ സഫാരി എന്ന് പറയുന്ന വാഹനം 7 ലക്ഷം രൂപയാണ്. എന്നാൽ കുറച്ച് മെക്കാനിക്കൽ ഇഷ്യൂസൊക്കെ ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ടായിട്ട് ഒരുപാട് ആൾക്കാർ മഹേന്ദ്ര സ്കോർപിയോയിലേക്ക് ആ സമയത്ത് പോയി. പിന്നീട് ടാറ്റ സഫാരി എൻജിനൊക്കെ ചേഞ്ച് ചെയ്ത് ഡൈക്കോർ എൻജിൻ ആഡ് ചെയ്തു. അങ്ങനെ ഗ്രില്ലിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് പിന്നീട് അങ്ങനെ ഒരുപാട് ടാറ്റ സഫാരികൾ വർഷം വണ്ടി ഇറങ്ങിയെങ്കിലും 2012 കാലഘട്ടമായപ്പോഴാണ് ടാറ്റ സഫാരി സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനം വിപണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ടാറ്റ സഫാരി സ്റ്റോം എന്ന് പറയുന്ന ഈ വാഹനം 2012 കാലഘട്ടത്തിൽ വിപണിയിലെത്തിയപ്പോൾ അതിൻ്റെ എൻജിൻ കാര്യങ്ങളൊക്കെ ടാറ്റ ഹെക്സയ്ക്കും ടാറ്റ ആരിക്കൊക്കെ വരുന്ന വാരിക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള എൻജിൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച്, എന്നാൽ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആക്കി തന്നെ വണ്ടിയുടെ ലുക്കിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെ ഇറക്കിയ ഒരു വാഹനമാണ് ടാറ്റ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം നമ്മളുടെ ഗ്യാരേജിൽ വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ടാറ്റ സഫാരിയുടെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ വന്നിട്ടുള്ള ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഒരുപാട് ജസ്റ്റായി പോയില്ലല്ലേ. അപ്പോൾ നമ്മുടെ ടാറ്റ സഫാരി സ്റ്റോം നമ്മുടെ ഗ്യാരേജിലേക്ക് വർക്കിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്യണം, ഫുൾ സീറ്റ് വർക്ക് ചെയ്യണം, ഫ്ലോറിൽ റെസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോസ്റ്റ് കോട്ടിങ് അടിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ കസ്റ്റമർ നമ്മൾക്ക് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ്. വണ്ടിയുടെ അത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ടാറ്റ ഹാരിയറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഇന്ന് ടാറ്റ സഫാരി സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്നത് മിലിറ്ററി ബേസിലുള്ള ആൾക്കാരാണ് ഈ ഒരു വാഹനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം 2017 കാലഘട്ടമായപ്പോൾ തന്നെ ടാറ്റ സഫാരി പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. ടാറ്റ സഫാരി സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം നിർത്തിവെച്ചു. പിന്നീട് 2020 ടാറ്റ സഫാരി വീണ്ടും ലോഞ്ച് ചെയ്തത്. പക്ഷെ അതൊരു ഹാരിയർ പ്ലസ് വാഹനം എന്നൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുള്ളൂ. ഒരു സഫാരി ആയിട്ട് കൂടുതൽ അതിന് ബന്ധം കാര്യങ്ങളൊന്നുമില്ല. കാരണം ടാറ്റ സഫാരിയുടെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊക്കെ ആ ഒരു സെയിം പാറ്റേണിലായിരുന്നു അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ.
പക്ഷേ 2020 ഫുള്ളായിട്ട് വണ്ടി ചേഞ്ച് ചെയ്തു. അതായത് ഹാരിയർ ഇറങ്ങി ഹാരിയറിൻ്റെ പ്ലസ് ആയിട്ടാണ് എനിക്ക് ടാറ്റ സഫാരീനെ ഇപ്പോഴത്തെ ടാറ്റ സഫാരീനെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. പലർക്കും പലതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി വണ്ടിയുടെ പോളിഷിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം.